അതെ, ഇവിടെ ഗൂഗിൾ പേ വർക്കാന്ന് തോന്നുന്നില്ല. ഒന്നാമത് മഴയല്ലേ. ആക്ച്വലി പൈസ ഞാൻ എടുത്തിട്ടില്ല. അത് സാരില്ല, ചായൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം. അതെ, ഒന്ന് നിൽക്കോ. എന്താ? ഗൂഗിൾ പേ നമ്പർ തരുവാണെങ്കിൽ ഞാൻ ചായൻ്റെ പൈസ അയച്ചു തരായിരുന്നു. 10 രൂപയല്ലേ? അത് സാരില്ല. അല്ല, അതെ, വേറൊന്നുമല്ല. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. ഗൂഗിൾ പേ നമ്പർ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കാനർ തന്നാൽ മതി. ഞാൻ റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് പൈസ അയച്ചു തരാം. സാരില്ല മാഷേ, 10 രൂപ തന്നെയല്ലേ? അതല്ല, ഈ ചെറുപ്പം മുതലുള്ള ശീലമാണേ, ഒരാളുടെ ഒന്നും. ചേട്ടാ, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ഞാൻ ഇടയ്ക്കൊക്കെ ആ ഷോപ്പിൽ വരാറുണ്ട്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും വന്നിട്ട് എന്നെ കാണുകയാണെങ്കിലേ ഒരു ചായ വാങ്ങിച്ചു തന്നാൽ മതി. അപ്പം റെഡി ആയില്ലേ? ഓക്കെ. ഇവിടെ എന്താ, കവ കാണാനായിട്ട് ഇറങ്ങിയതാണോ? ആക്ച്വലി ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഇവിടെ റൂമൊന്നും കിട്ടാത്തതുകൊണ്ട് ദിവസം തൃശ്ശൂർ ടു പാലക്കാട് പോയിക്കൊള്ളുക. ആക്ച്വലി ഇതൊരു ചടങ്ങാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കിട്ടാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല. വീട് ഇവിടെയാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് വീട് കിട്ടുമോ? വാടക വീട് അല്ലേ? എൻ്റെ വീട്ടിനടുത്ത് 1-2 ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്കൂൾ സീസൺ ആയതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി പോയതാ. എന്തായാലും ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു. ടീച്ചറാണോ? ആ, ഞാൻ ഇവിടെ അടുത്തൊരു LP സ്കൂളിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാം. അല്ല, പിന്നെ സ്കൂളിലേ? ഇന്ന് എനിക്ക് ഹാഫ് ഡേ ഉള്ളൂ. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എന്താ, ഇന്ന് ലീവ് ആക്കിയതാ? അല്ല, എനിക്ക് മാസത്തിൽ 2 ലീവ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം ലീവ് എടുത്തിട്ട് വീട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായില്ലേ? അപ്പോൾ അവർ താമസിക്കുന്ന അവിടെ ഒന്നും റൂം കിട്ടിയില്ല? കമ്പനിയിൽ കൂടുതലും പാലക്കാട്ടുള്ളവരാ. അവർ ദിവസം പോയവരാണ്. പിന്നെ ഒരു 5-6 ആൾ പുറത്തുള്ളവരാണ്. അവരൊരു വീടെടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം അവിടെ ആയിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് കള്ളുകൂടിയ സിഗരറ്റ് വലിയും. അത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാനത് വേണ്ട വെച്ചു. എന്തായാലും ഒരു വീട് കിട്ടുകയാണെങ്കിൽ നോക്കട്ടെ. അല്ല, അപ്പം കള്ളുകൂടിയും സിഗരറ്റ് വലിയൊന്നും ഇല്ലേ? ആക്ച്വലി ഇതുവരെയായിട്ട് ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. വേറൊന്നുമല്ല, അച്ഛൻ അത്യാവശ്യം അടിക്കായിരുന്നേ. അത്യാവശ്യമല്ല, നല്ലോണം അടിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ കമ്പനിയിലെ പാർട്ടിക്ക് ഞങ്ങളൊക്കെ കൂടി പോയതായിരുന്നു. ഞാനും അനിയത്തിയും അമ്മയും അച്ഛനെ കൂട്ടി കാറെടുത്ത് പോയതാണ്. അപ്പോൾ പാർട്ടി സമയത്തെ അച്ഛൻ കുടിക്കാൻ തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു, അടിക്കണ്ട, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, ഡ്രൈവ് ചെയ്യേണ്ട പറഞ്ഞേ. അച്ഛൻ അതൊന്നും കേട്ടില്ല. അച്ഛൻ പറഞ്ഞു കുടിച്ചാലുള്ള കുറച്ചുകൂടി കോൺഫിഡൻസോടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുടിച്ച അച്ഛൻ ഞങ്ങൾ കൂടി തിരിച്ചു പോകുമ്പോഴേ ഒരു ആക്സിഡൻ്റ് ആയി. ഒരു ലോറിൻ്റെ ബാക്കിൽ കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും അനിയത്തിയും സ്പോട്ടിൽ തീർന്നു. പിന്നെ ഞാനും അമ്മയും കുറേ കാലം ICUലായിരുന്നേ. അങ്ങനെ ICUൽ വെച്ച് അമ്മയും പോയി. അപ്പോൾ ആ ഒരു ട്രോമ ഇതുവരെയായിട്ട് വിട്ടുപോയില്ല. ഈ കള്ളു കുടിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്കൊരു അയ്യോ, സോറി കേട്ടോ. അത് സാരല്ല. അപ്പോൾ പഠിച്ചതും വളർന്നതൊക്കെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നിട്ടാണോ? ഇല്ലടോ, ആക്ച്വലി അച്ഛൻ നല്ല കുടിശ്ശീലുള്ളതുകൊണ്ടേ കാര്യമായിട്ടൊന്നും സേവ് ചെയ്തിട്ടില്ല.
പിന്നെ 2-3 റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ചിലപ്പോൾ അവർക്ക് ബാധ്യതയായിട്ട് വിചാരിച്ചിട്ടായിരിക്കാം അവരെല്ലാം കൂടി തന്നെ തൃശ്ശൂരിലൊരു ഓർഫനേജിനെ കൊണ്ടാക്കി. ഡിഗ്രി വരെ ഞാൻ അവിടെ പഠിച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എറണാകുളത്തൊരു കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പോഴാണ് ഇവിടെ പാലക്കാട് ഒഴിവുകൊണ്ട് വന്നിട്ട് പേപ്പറിൽ ന്യൂസ് കണ്ടത്. കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട്. അങ്ങനെ സോറി കേട്ടോ, ആക്ച്വലി ഞാൻ എൻ്റെ കഥ ഇതുവരെയായിട്ട് ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് പറയത്തക്ക ഫ്രണ്ട്സോ പറയാൻ പറ്റിയ റിലേറ്റീവ്സോ ആരും ഇല്ല. അല്ലെങ്കിലും അറിയുന്ന ആൾക്കാരോട് നമ്മൾ ഒരിക്കലും ഒന്നും ഷെയർ ചെയ്യാറില്ല. കാരണം പിന്നീട് നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും അവർ ജഡ്ജ് ചെയ്യുക. എന്തായാലും സോറി. അത് സാരില്ല. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. പക്ഷെ അത് തുറന്ന് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ആ വിഷമം ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുണ്ട്. അത് ശരിയാ. അല്ല, വീട്ടിലാരൊക്കെയുള്ളേ? വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയനും ഉണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛൻ കൃഷിപ്പണിയാ, അമ്മ ഒന്നും ചെയ്യുന്നില്ല. അനിയൻ ഇവിടെ അടുത്തൊരു കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക. നമുക്ക് കൂട്ടായിട്ട് ഒരു അനിയനോ അനിയത്തിയോ ചേച്ചിയോ ചേട്ടനൊക്കെ ഉള്ളത് അതൊക്കെ ഭയങ്കര ഭാഗ്യമല്ലടാ. എൻ്റെ അനിയത്തി ഭയങ്കര കുസൃതിയായിരുന്നു. ചെറിയൊരു ഓർമ്മയല്ലേ. എന്തായാലും ഈ കുടുംബത്തോടൊപ്പം കഴിയാന്ന് പറയാല്ലേ താനൊക്കെ ലക്കിയാണ്. കുടുംബത്തോടൊപ്പം ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും ലക്ക് തന്നെയാ. ഒരു ഫാമിലി ഉണ്ടായിട്ടും അവൻ്റെ സ്നേഹവും കെയറും കിട്ടാത്ത എന്നെ പോലെ കുറേ ആൾക്കാരും ഉണ്ടാവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. അതിനുശേഷം ഞാനും അച്ഛനും ഒറ്റയ്ക്കായി. ഒരു പെൺകുട്ടിയും. അച്ഛൻ അധികം പ്രായമൊന്നും ആകാത്തതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ച് ഒരു കല്യാണം കഴിപ്പിച്ചു. ഞാൻ അമ്മയായിട്ട് തന്നെ അവരെ കണ്ടത്. പക്ഷേ അമ്മയ്ക്ക് എന്നെ അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും എന്നെ വഴക്കും പറയും, ഓരോ പണിയെടുപ്പിക്കലൊക്കെ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല അനിയന്ന്, അത് ഈ അമ്മൻ്റെയും അച്ഛൻ്റെയും മോനാ. അല്ല, അപ്പോൾ അച്ഛനൊന്നും പറയാറില്ലേ? അച്ഛനധികം വോയിസ് ഒന്നും ഇല്ല. എന്നെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അമ്മ അപ്പം വഴക്ക് പറയും. അതുകൊണ്ട് അച്ഛനിപ്പോൾ അങ്ങനെയൊന്നും എന്നോട് സംസാരിക്കലില്ല. അപ്പം അതായിരിക്കല്ലേ വർക്ക് കഴിഞ്ഞിട്ട് പോവാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതുതന്നെയാണ് സത്യം. അമ്മയ്ക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രഷർ കൂടും. പിന്നെ വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറയേ. സ്കൂളുള്ള സമയത്താണെങ്കിൽ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 5:30-6 മണിയൊക്കെ ആവുമല്ലോ വീടെത്താൻ. അപ്പോൾ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പറയുള്ളൂ. എന്താ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണു, അത്ര തന്നെ. ഓക്കെ. അല്ലടോ, തനിക്ക് കല്യാണ പ്രായമായില്ലേ? കല്യാണം നോക്കിയില്ലേ നേരായിട്ട്? 20 വയസ്സൊക്കെ ആയപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കല്യാണങ്ങൾ വന്നതായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ. അങ്ങനെ അമ്മ അതൊന്നും വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഈ 2-3 മാസമായിട്ടേ ഈ നാട്ടുകാരെന്ത് പറയുന്നൊക്കെ വിചാരിച്ചിട്ടാണോന്നറിയില്ല, 2-3 ആലോചനകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കുടികാരും പിന്നെ ഭാര്യ മരിച്ചിട്ട് 2ാം ഘട്ടമൊക്കെ ആയിട്ട്. എന്നെ ഒഴിവാക്കി വിട്ട ബാധ്യത തീർന്നു, അല്ലെങ്കിൽ അവരൊന്നും ചോദിക്കാൻ വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. എന്തോ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയാലോ. ആ സമയത്താണ് എനിക്ക് സ്കൂളിൽ താൽക്കാലികമായിട്ട് എന്നെ വിളിച്ചതേ. അപ്പോൾ പിന്നെ ഈ വരുമാനം കൂടി കിട്ടിയല്ലോ കുറേ മാസത്തേക്ക്. അതുകൊണ്ട് പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. അല്ല, അപ്പോൾ കിട്ടുന്ന ശമ്പളമൊക്കെ അമ്മൻ്റെ കയ്യിലാണോ കൊടുക്കാറുള്ളത്? കൊടുക്കലൊന്നുമല്ല, വാങ്ങിച്ചെടുത്തോളും. പിന്നെ ഒന്നും പറയാൻ നിവർത്തിയില്ല, അവൻ്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. അല്ല, കല്യാണം ഒന്നും നോക്കുന്നില്ലേ? ഈ അച്ഛനമ്മയുള്ളവർക്ക് തന്നെ ഇക്കാലത്ത് പെണ്ണ് കിട്ടുന്നില്ല. പിന്നെയല്ല അനാഥനായ എനിക്ക്, അതും അറേഞ്ച്ഡ് മാരേജ്. അതുകൊണ്ട് ആ ഭാഗം ഞാനിപ്പോൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഈ കല്യാണത്തിനോടൊന്നും താല്പര്യമില്ലേ? സത്യം പറയാലോ, കല്യാണം കഴിക്കാൻ നല്ല താല്പര്യമുണ്ട്. വേറൊന്നുമല്ല,
ഈ ചെറുപ്പം മുതലേ ഒറ്റയ്ക്കാണല്ലോ വളർന്നത്. അതുകൊണ്ട് നമ്മളെ കേൾക്കാനും നമ്മളോട് സംസാരിക്കാനും കൂടെ നടക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരാളുണ്ടാകാനും അത് വലിയ കാര്യമല്ലേ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നോക്കിയിട്ടും കാര്യമില്ലല്ലോ, കിട്ടില്ല. ചിലപ്പോൾ ഈ ജീവിതം മുഴുവനേ ഒറ്റയ്ക്കായിട്ട് നടക്കാനായിരിക്കും എൻ്റെ വിധി. അങ്ങനെയൊന്നുമില്ല മാഷേ. ഈ ജീവിതം എന്ന് പറഞ്ഞത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നാളെ ഇപ്പം എന്താ സംഭവിക്കാമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഉദാഹരണത്തിന് നമ്മളിന്ന് കണ്ടുമുട്ടിയാൽ തന്നെ അത് ശരിക്കും ആരെങ്കിലും വിചാരിച്ചതാണോ? ആകസ്മികമായിട്ട് കണ്ടുമുട്ടി, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. ഞാനും അതുപോലെ തന്നെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണ സമയത്തൊന്നും എൻ്റെ കഥ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തോ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പെണ്ണൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു കൂട്ടിയിട്ട് പറയല്ലേ. അല്ലാണ്ട് എവിടെ അന്വേഷിച്ചിട്ടൊന്നും ഇല്ലല്ലോ. കുടിക്കില്ല, വലിക്കില്ല, കാണാനും ഒക്കെയാണ്, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും മാട്രിമോണിയിലോ അല്ലെങ്കിൽ ബ്രോക്കറോടോ ഒന്നും പറഞ്ഞു നോക്ക്, എവിടെയെങ്കിലും പെണ്ണ് കിട്ടാതിരിക്കില്ല. നിങ്ങൾ പറഞ്ഞത് സത്യമായിട്ടോ. ആക്ച്വലി ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ സ്റ്റോറി ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴേ ഭയങ്കര ഭയങ്കര ആശ്വാസം. പറഞ്ഞ പോലെ ഞാൻ എവിടെയും മാട്രിമോണിയിലോ ബ്രോക്കറോടോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ച് കൂട്ടുന്നതായിരിക്കാം. എന്തായാലും ഇനി മുതൽ പെണ്ണ് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയല്ലേ, ഇതെന്തിനാ എല്ലാ അമ്മ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇടയ്ക്കൊന്ന് പ്രതികരിക്കൂ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫും മാറിയാലോ. ശ്രമിക്കാം. എന്നാൽ ശരി, ഞാനേ ആരോടെങ്കിലും ചോദിച്ചിട്ടേ ഒരു വീട് കിട്ടാൻ നോക്കട്ടെ. ശരി എന്നാൽ. ശരി. ഇതെന്താ ഇവിടെ? ഞാൻ എപ്പോഴും ഇതിലേ ജോലിക്ക് പോവാ. ഇതെന്താ വയലിലൂടെ ഒരു നടത്തം? അതുണ്ടല്ലേ, അതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്സിൻ്റെ വീടാ. അവൻ്റെ മോളുടെ ബർത്ത്ഡേ ആണേ, അപ്പം അങ്ങോട്ട് പോവാ. അത് ശരി. പിന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ടി പോകുമ്പോൾ വൈകുന്നേരം 2-3 ദിവസം കവിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ കണ്ടില്ല. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. എന്തിനാ എന്നെ നോക്കി വന്ന്? അല്ല, ഒരു ചായൻ്റെ കടം ബാക്കിയുണ്ടല്ലോ, അതൊക്കെ തരാൻ വേണ്ടി. ഒരു കട അങ്ങനെ ബാക്കി ഇരുന്നോട്ടെ, അങ്ങനെങ്കിലും എന്നെ ഇടയ്ക്ക് ഓർക്കുമല്ലോ. അല്ല, വീടിൻ്റെ കാര്യം എന്തായി? എന്തെങ്കിലും റെഡി ആയോ? ഇല്ല, കുറേ അന്വേഷിച്ചു, പക്ഷെ സിംഗിൾ ആയതുകൊണ്ട് എവിടെയും കിട്ടുന്നില്ല. ഫാമിലിക്ക് കൊടുക്കുമല്ലോ അത്ര. ഇനിയിപ്പോൾ ഒരു വാടക വീട്ടിന് വേണ്ടി ഫാമിലി നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ വീട്ടിൽ പ്രയോഗിച്ചു കേട്ടോ. ഒന്നും പ്രതികരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത്രയും കാലം മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ പ്രതികരിച്ചപ്പോഴേ അമ്മ ആകെ ഷോക്കായിപ്പോയി. പക്ഷെ പിന്നീട് അതെനിക്ക് വലിയൊരു പണി കിട്ടി. എന്ത് പണി? ഒന്നുമില്ല, പൈസ തരാൻ പറ്റില്ലെങ്കിൽ നീ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് അവരുടെ വീടാണല്ലോ. എടോ, ഞാൻ അന്നത്തെ ആവേശത്തിൽ എന്തോ പറഞ്ഞു പോയതാ. അയ്യോ, അല്ല, എന്നിട്ടിപ്പോ? സോറി ഒന്നും വേണ്ട, ഞാൻ അങ്ങോട്ടൊരു താങ്ക്സ് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ കണ്ടില്ലല്ലോ നമ്മളെ. ആദ്യം അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ സ്റ്റക്കായി പോയി. കാരണം ഇത്രയും കാലം അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് മാറുകയെന്ന് പറയുമ്പോഴേ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അതന്നെ ശരിയെന്ന് തോന്നി. കാരണം ഞാൻ ആ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേപോലെ തന്നെയല്ലേ. ഇപ്പോൾ ഞാൻ ആ സ്കൂളിൻ്റെ അടുത്തൊരു ഹോസ്റ്റലുണ്ട്, അവിടെ താമസം. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ കിട്ടുന്ന പൈസ ചിലവാക്കുക, ആരും ഭരിക്കാനില്ല. എന്തൊക്കെയോ ലൈഫിൽ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ. ഒരു വീട് വെക്കണമെന്നുണ്ട്, വലിയൊരു ജോലി നേടണമെന്നുണ്ട്, അങ്ങനെ. എന്തായാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് മാറി ചിന്തിച്ചത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അത് ശരി, അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലേ? പിന്നെ
മാട്രിമോണി കൊടുത്തിട്ട് റിക്വസ്റ്റ് എന്തെങ്കിലും വന്നോ? മാട്രിമോണിലൊക്കെ കൊടുത്തു, പക്ഷെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അങ്ങോട്ട് കുറച്ച് കൊടുക്കുകയും ചെയ്തു, പക്ഷെ ആരും ആക്സെപ്റ്റ് ചെയ്തില്ല. ഇനിയിപ്പോൾ വല്ല ബ്രോക്കറേയും തപ്പി ഇറങ്ങണം, അതേ നടക്കൂ. സ്കൂളിൽ കുറച്ച് പുതിയ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് ട്രെയിനി ആയിട്ടേ. ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കാം, സെറ്റ് ആവുകയാണെങ്കിൽ കമ്മീഷൻ തരണേ. കമ്മീഷനൊക്കെ തരാം കേട്ടോ. പിന്നെ എന്തെങ്കിലും കൺസെപ്റ്റുകളുണ്ടോ? മീൻസ് പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, ജോലി, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്നൊരു കുട്ടിയായിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളെ അറിയുന്ന, മനസ്സിലാക്കുന്ന എന്നൊക്കെ പറയുമ്പോഴേ അതിപ്പോൾ ഞാനല്ലേ ഉള്ളൂ, ഞാൻ മതിയോ? ഞാൻ തമാശ പറയാം കേട്ടോ, കാര്യമാക്കണ്ട. എന്നാ വിട്ടോ, എനിക്ക് സമയമായി.